ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ചാനലിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഐറ്റം നേരത്തെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് വേണ്ട പീസസ് എല്ലാം നമ്മൾ പേപ്പറിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ട്രയൽ റൺ ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ തടിയിൽ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മൾട്ടിവുഡിൻ്റെ ഈ ഒരു ബേസിലാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള നമ്മൾ ഈ ടേബിൾ ചെയ്യാൻ വേണ്ടി മേടിച്ച ആ ഒരു മെറ്റീരിയലാണ്. മൾട്ടിവുഡ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത് ഓക്കെ ആവുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ തടിയിൽ ചെയ്യും. അപ്പോൾ തടിയിൽ ചെയ്യുന്ന സമയം നമുക്ക് അതിനുള്ള ടൂൾസൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമ്മൾ മേടിച്ചിട്ട് ഇത് സെറ്റ് ആവുകയാണെങ്കിൽ സെറ്റ് ആവുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇനി ഇതെല്ലാം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മുടെ മെയിൻ ബോഡി തന്നെ അങ്ങ് വരയ്ക്കുവാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഫർണിച്ചറൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനമാണെങ്കിലും ഇത് നമ്മൾ ഈ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ടഫാണ്, എന്നാലും ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കോർണർ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടോണേ, ഇത്രയും കാര്യമുള്ളൂ. വലിയ പോർഷൻ കട്ട് ചെയ്യലാണ് പാട്. ചെറിയ സ്ഥലമൊക്കെ നമുക്ക് എങ്ങനെയും കട്ടർ വെച്ച് എടുക്കാൻ പറ്റും. ഇത് ഓക്കെ അല്ലെങ്കിൽ നമ്മളിത് ബ്ലേഡിനുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ എളുപ്പവഴിക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. കാരണം ഇതുമായിട്ട് നമ്മൾ കട്ടറൊക്കെ പോയി സെറ്റ് ചെയ്ത് അപ്പുറത്ത് പോയി ബാൽക്കണി പോയി വീഡിയോ എടുക്കണമെങ്കിൽ പിന്നെ സമയം പോകും, പിന്നെ ഫുള്ള് പൊടിയാവും കട്ടർ വെച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ, അതും കൂടെ കൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നല്ല കട്ടിയാണ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പീസ് കൂടെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ നല്ല പണിയാണ് കേട്ടോ. ഈ ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ കട്ടർ വെച്ച് നോക്കിയിട്ട് പറ്റിയില്ല. നീ എവിടെ പോടാ, നീ എവിടെ പോവാ? നീ ഇങ്ങോട്ട് പോകാം. ഹായ് പറഞ്ഞ എല്ലാവർക്കും. നീ എവിടെ വന്നേക്ക്? ഇനി വേണേ വിട്ടോ. നല്ല പൊടിയാ. അത് തുടരുത്, ഫോണെ തുടരുത്. മൾട്ടിവുഡ് ആയതുകൊണ്ട് വലിയ പണിയില്ല. തടിയെ നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി പണി ചെയ്യേണ്ടി വന്നേനെ കേട്ടോ. 3 ഇരട്ടിയല്ല, കാരണം ഇത് നമുക്ക് ഗ്രൈൻഡിങ് ഒക്കെ കുറച്ച് എളുപ്പമാണ്. നീ മാറിക്കോടാ, പൊടിയാടാ. ഇത് കൊണ്ടുപോകൂ. ഈ പീസ് നിനക്കാണ്. എന്തെങ്കിലും കൊണ്ടേ ഉണ്ടാക്കിയാണേ. അത് വെച്ച് എന്നാ ഉണ്ടാക്കുന്നത്? സ്റ്റാർ ഉണ്ടാക്കാം. ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചൊക്കെ കർവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ചെയ്തിട്ട് ഇത് വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ ഒരു മൾട്ടിവുഡ് ആയതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയം എടുക്കും. ഇത് കാണിച്ചു കൊടുത്ത്. നമ്മുടെ മൊത്തത്താണോ വരുന്നത്? അപ്പോൾ നമുക്ക് വേണ്ട പീസസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് പീസ്. പിന്നെ സെക്കൻഡ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ലാസ്റ്റ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നോർമലി നെറ്റിൽ കാണുന്ന മോഡലിനേക്കാൾ ഇതിന് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. വലിപ്പം കൂട്ടി തന്നെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനിയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷേപ്പിനെല്ലാം നമ്മൾ അതിനെ കട്ടി കുറഞ്ഞ് വരുന്ന രീതിയിൽ അവസാനം വരുമ്പോഴത്തേനും മാക്സിമം ഇതിൻ്റെ ഒരു പകുതി കട്ടിയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മൾട്ടിവുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കട്ടർ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഫോറസ്റ്റ് ഷീറ്റ് പോലെ തന്നെയാണ്, കുറച്ചുകൂടെ കട്ടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഒരു റഫായിട്ടൊരു നമ്മളിത് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടി നമുക്ക് ഇത്ര ഇവിടെ കുറയ്ക്കണം. അതിനുശേഷം പുറകിലോട്ട് വരുമ്പോഴത്തേക്കിനും മാക്സിമം കുറച്ച് കട്ടി കുറച്ചും കൂടെ ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ചിറകിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന പോലെ. വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വലിയ പീസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പണിയായിരിക്കും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കട്ടർ പോലെയൊന്നും അല്ല കേട്ടോ. ഇത് മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പ്രിസിഷൻ കട്ടിങ്ങിന് വേണ്ടി കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഭയങ്കര ഷാർപ്പാണ്. ഈ ബ്ലേഡ് മാത്രമായിട്ട് ഞാൻ എക്സ്ട്രാ ഒരു 100 മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നല്ല സാധനമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തീരത്തില്ല, കുറച്ച് സമയം എടുക്കും.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും അറ്റത്തെ പീസ് ഇതേ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. എല്ലാ പീസും റെഡി ആയിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മളിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ടോട്ടലി 5 പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാറുണ്ട്. ഇത് വളരെ എളുപ്പമായിരുന്നു. വലിയ പീസുകളൊക്കെ കിടക്കുന്നുള്ളൂ കേട്ടോ, നല്ല സമയം എടുക്കും. അങ്ങനെ നമ്മുടെ സ്ട്രിംഗ് ട്രേ ഏകദേശം ഒരു ഷേപ്പ് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നല്ല സമയം എടുത്തു കേട്ടോ, കാരണം സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് സാൻഡ് ചെയ്തെടുക്കാൻ അത്യാവശ്യം സമയം എടുത്തു. പിന്നെ ഇതിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കിയുള്ള ലീഫ് ഇതൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെയൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് ഫൈനലി ഫിക്സ് ചെയ്തിട്ട് ഇനി സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു പോർഷനിൽ നമുക്ക് കുറെ പണിയുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രണ്ടിലെ മൗത്ത് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ണിനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങളോട് വന്നു കഴിഞ്ഞാലുള്ളൂ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരുള്ളൂ. ഇവിടെ മാത്രമേ നമ്മൾ അങ്ങനത്തെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലായിടം പ്ലെയിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രിംഗ് ട്രേയുടെ ഹെഡിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു 4 സ്ട്രൈപ്പ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചുമ്മാ വരയ്ക്കുമല്ലോ കേട്ടോ. ഇവിടെ നമ്മൾ അതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള സമയം എടുത്ത് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ബാക്കി റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിതേ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെ നമ്മളൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ഇപ്പം ഇത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ തെരണ്ടീനെ വർക്കിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയുള്ള 2 ഗിയേഴ്സ് നമ്മൾ 3D പ്രിന്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൈസിലുള്ള നോക്കിയപ്പോൾ ആമസോണിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനത്തിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇത് കണ്ടല്ലോ, പെർഫെക്റ്റ് സിങ്ക് ആണ് കേട്ടോ. പിന്നെ ഒരു പ്ലാറ്റ്ഫോമും റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ഈ 2 ഷേപ്പും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വിങ്സിന്റെ പോർഷനിലോട്ടൊക്കെ നമുക്ക് ഇതുപോലെ രീതിയിൽ അത്യാവശ്യം മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഏകദേശം ഒരു സെന്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ വിങ്സിന്റെ എല്ലാം സെന്ററിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ വിങ്സിനെയൊക്കെ ഈ ഒരു സ്പേസ് ഇട്ട് ഈ ഒരു രീതിയിൽ ബെൻഡ് ആകുന്ന പോലെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഫ്ലൂറോ കാർബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. കാരണം ഇവിടം വരെ നമുക്ക് വലിയ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ബേസിക് ഒരു ഷേപ്പ് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. ഇതാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഡിസ്റ്റൻസും കുറച്ച് ഫിസിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. എന്താണെങ്കിലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇനിയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇത് എങ്ങനെയാവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമ്മളിതിൽ ബേസിൽ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുവാണ്. താഴത്തെ ഒരു പോർഷൻ നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യണം. അതിനുശേഷം മുകളിൽ ഇതിനെ മൗണ്ട് ചെയ്യണം. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ട പീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതുവരെ നമ്മൾ ചെയ്തേക്കുന്നത് എന്നാണ്. എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം കുറേ കാര്യങ്ങൾ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ മെയിൻ നമ്മുടെ തെരണ്ടിയുടെ സ്ട്രക്ചർ. പിന്നെ നമ്മുടെ ഫ്രെയിം, ഈ ഫ്രെയിമിനൊരു ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിത് ഫോറക് ഷീറ്റിൽ തന്നെ ചെയ്തതുകൊണ്ട് ഇതിന് ചെറുതായിട്ട് ഇത് ബെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിന് കുറച്ച് വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇത് വെക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, ഇവിടവും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള
ചെയ്യാനുള്ള കുറച്ച് നോബ്സ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും 4x ഷീറ്റിൻ്റെ തന്നെ 5mm പീസിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗിയർ മോട്ടർ, പിന്നെ നമ്മുടെ കമ്പികളും അതുപോലെ തന്നെ നടുക്ക് വരുന്ന പീസ് കണക്ട് ചെയ്യാനുള്ള ഒരു വുഡിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ തെരണ്ടിയുടെ ആക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് നിങ്ങൾ യൂട്യൂബിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അസംബ്ലിംഗ് ആണ്. ഇത് നമ്മുടെ വിങ്ങിൻ്റെ ഏറ്റവും അവസാനം വരുന്ന കമ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഈ ഒരു പീസിലേക്ക് ഇങ്ങനെ കയറ്റിയിടുന്നു. അതിനുശേഷം ഇവിടെ അങ്ങ് ഗ്ലൂ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ട് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അസംബിൾ ചെയ്താൽ മതി. നമ്മുടെ തെരണ്ടിയുടെ കളർ നമ്മളൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ. ഒന്നല്ല 3 പ്രാവശ്യം മാറ്റി. എന്നിട്ട് ഫൈനൽ എത്തിക്കുന്ന കളർ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പെയിൻറ്റിങ് എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പെയിൻറ്റിങ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മളൊരു തടിയുടെ കളറൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ അവസാനം സ്പ്രേ പെയിൻറ്റ് വെച്ച് ചെയ്തപ്പോഴത്തേക്കിനും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് വെച്ചൊരു ഷെയ്ഡും ട്രൈ ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നു സക്സസ്ഫുള്ളി ഫെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തെരണ്ടി. ഇവിടെ നമുക്ക് 2 സാധനങ്ങളോട് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഏറ്റവും അവസാനം ഫിക്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ബോക്സും നമ്മൾ മൾട്ടിവുഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹെവി ആണായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തെരണ്ടി മറിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മോട്ടറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിൽ ഞാൻ എക്സ്പേർട്ട് ഇല്ല. എന്തായാലും നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോക്സിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്താണ് നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഗിയർ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റും കൂടെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ തെരണ്ടിക്കുട്ടനെ പെട്ടെന്ന് അസംബിൾ ചെയ്തെടുക്കാവേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് ഈ നടുക്കത്തെ സെൻട്രൽ ലെയർ റോഡാണ്. ഇതാണ് നമ്മുടെ ഫിഷിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കയറ്റിയിടാം. അതിനുശേഷം ഈ ഒരു പീസാണ്. അപ്പോൾ ഇനി അധികം സംസാരിച്ച് ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല. നമുക്കിത് പെട്ടെന്ന് അസംബിൾ ചെയ്യാവേ. അതേ നമ്മുടെ സ്ട്രക്ചർ വൈസ് റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ പലതവണ ഇതിൻ്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പിൽ എത്തിച്ചെടുത്തത്. കാരണം ഈ ബെൻഡൊക്കെ നമുക്ക് കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു. കറക്റ്റ് ടേൺ കിട്ടില്ല, ഇരിക്കുമ്പോൾ ഇരിക്കും. പക്ഷേ അതുകൊണ്ട് കുറേ ട്രയൽ നോക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ താഴെ വരുന്ന ഈ ഒരു ഗ്യാപ്പൊക്കെ പെർമനൻ്റ് ആയിട്ട് അങ്ങ് അടച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റിംഗ്രയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പണിയില്ല. നമ്മൾ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ 2 പോർഷൻ ഒട്ടിക്കുക എന്നുള്ളത്. നമ്മൾ ചെറിയൊരു കണ്ണും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഓൺ ആക്കി നോക്കണം. അപ്പോൾ നമ്മളിത് USB കേബിളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പവർ ബാങ്കിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുക. അപ്പോൾ ഞാനിത് നിങ്ങളുടെ നേരെ തിരിച്ച് വെക്കാം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ഇതിന് മുകളിൽ നിന്നുള്ളൊരു ആംഗിൾ ആയിരിക്കും ഇതിൻ്റെ ഒരു ബെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് ടേബിൾ വെച്ച് ഒന്ന് ഓൺ ആക്കി നോക്കുവാണ്. താഴെ പോകത്തില്ലായിരിക്കും, കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ട്രയൽ ചെയ്തപ്പോഴാണെങ്കിലും ഇവിടെയൊക്കെ ചെറിയ മെഷർമെൻറ്റ് ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫൈനൽ ഇതിപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്പീഡിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ടേൺ ചെയ്യുവാണെങ്കിൽ ഓൺ ആയിട്ടുണ്ട്. ഏറ്റവും ലോ സ്പീഡിൽ അത്ര പവർ കാണില്ല. അപ്പോൾ കുറച്ച് സ്പീഡ് നമുക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നത്. സാധനം ഇപ്പോൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തോളും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണല്ലോ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില വീഡിയോസിലൊക്കെ കമൻറ്റ് വരുന്നതാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഫാമിലി റിയാക്ഷൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന RC കാറിൻ്റെ പാർട്സ് ഒന്നും അവരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ മമ്മിക്കൊന്നും അത്ര അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല എന്നെ ഉണ്ടാക്കുന്നതെന്ന്. ഇത് പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ പിടുത്തം കിട്ടുമായിരിക്കും. അതുപോലെ ഒരു വർക്കിംഗ് മോഡൽ ആയതുകൊണ്ട് അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ തെരണ്ടിനെ കൊണ്ട് ഇവിടെ തെരണ്ടിനെ ഞാൻ പതുക്കെ പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സിജിക്ക് ഓൾറെഡി അറിയാം. ഞാൻ പണി ചെയ്യുന്നതിനിടയ്ക്ക് സിജി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. പെയിൻറ്റ് അടിച്ചിട്ട് കണ്ടായിരുന്നോ? പെയിൻറ്റ് അടിച്ചിട്ട് കണ്ടില്ല. അപ്പോൾ സെവിച്ചിനും മമ്മിയും പപ്പയുടെ കോട്ടയത്തിനും പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അഞ്ചും പോകുന്നുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ കാണിച്ചിട്ട് റിയാക്ഷൻ എടുക്കാം കേട്ടോ. മിക്കവാറും കുഞ്ഞിപ്പെണ്ണ് പിടിച്ച് ഒറ്റ വലിച്ചതെല്ലാം അവിടെ താഴെ കിടക്കുകയും ചെയ്യും. ഇപ്പം നോക്കല്ലേ എല്ലാവരും വരട്ടെ. എല്ലാവരും വന്നിട്ട് കാണിക്കാം. എനിക്കറിയാം, ഞാൻ കണ്ട കേട്ടോ.
പക്ഷെ അതിനകത്തൊരു സാധനം ഞാൻ മറന്നു, എൻ്റെ വാലും ഫിന്നും പിടിപ്പിക്കേണ്ടതായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കാനും മറന്നുപോയി. ഒരു സർപ്രൈസ് കാണിക്കാം, ബാ. അതെന്നാ ഇവിടെ മൂടി വെച്ചേക്കുന്നത്? എന്നാ നോക്കിയടി, എന്നാടി അത്? എന്നാ കൊമ്പൻ ചെല്ലിയാണോ അത്? എന്നാടി ചോദിച്ചാൽ ഓണായിക്കടാ. കൊമ്പൻ ചെല്ലിന് പേടിയുണ്ടോ? എന്നാ ഓണായിക്കടാ, തുറക്കട്ടെ. ആ തുറന്നു, പുറകിന്ന് തുറന്നു, പുറകിന്ന്. എന്നാടി അത്? വേറെ സാധനം ഉണ്ട്, കണ്ടോണേ. റെഡി സ്റ്റഡി ഗോ. ഇവിടെ കുറച്ചിട്ടോ. എന്നാടി എന്നാടി അത്? എന്നാന്ന് പറഞ്ഞേ, എന്നാ സാധനം പറഞ്ഞത്? മീനാണോ നോക്കി? 5 വിചാരിച്ചിരിക്കുന്ന അറിയോ? വവ്വാലോ? വവ്വാലോ? അയ്യോ, ഞാൻ പറയാം, ഫ്രണ്ടിൽ പോയി നോക്കി. സ്റ്റിംഗറേനെ കണ്ടിട്ടില്ലായിരിക്കും. പിന്നെ ഇത് നോർമൽ സ്റ്റിംഗർ അല്ല ഇത്. വേറെന്തൊരു പേരുണ്ട് ഇതിന്. വേറൊരു പേരുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നു. പേരറിയാവുന്നവര് കമന്റ് ചെയ്തു കേട്ടോ. അമ്മയ്ക്ക് മനസ്സിലായില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ഇത് കണ്ടായിരുന്നു, അത് പറഞ്ഞതുണ്ടോ ഓർക്ക? സ്റ്റിംഗറേ എന്ന് പറഞ്ഞു. ആ സ്റ്റിംഗറേ ആണ് കേട്ടോ. സ്കൂളിലൊക്കെ പോയിട്ട് അങ്ങോട്ട് വന്നാണ് കേട്ടോ. ഇതെന്നാ നോക്കിയടാ, ഇതെന്നാ പറക്കുന്ന സാധനം? നീ ഇവിടെ വന്നേക്ക്, മുമ്പിൽ വന്നേക്ക്, ഇവിടെ അപ്പുറത്തോട്ട് തിരിക്കടാ. എന്നാടാ ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ പേരാണ് സ്റ്റിംഗറേ. സ്റ്റിംഗറേ എന്ന് പറഞ്ഞു, സ്റ്റിംഗറേ. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയത്തില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.